ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ബിസ്ക്കറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി, പിന്നെ പീനട്ട് ബട്ടറിൻ്റെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, പീനട്ട് ബട്ടർ അങ്ങനെ വാങ്ങിയത്, പിന്നെ തിളച്ച വെള്ളം, അത്ര 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. ഇതിൽ നമ്മൾ പഞ്ചസാര ചേർക്കണില്ല, കാരണം ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണതല്ല, കുറച്ച് ഹെൽത്തി ആയിട്ട് ഞാൻ എൻ്റെ പട്ടിക്കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റാണ്. ആദ്യം ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് ഭയങ്കര പ്രൊഫഷണലി അത് അടിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷേ അതൊരു ചപ്പാത്തിയുടെ കൺസിസ്റ്റൻസിയാണ് പിന്നെ എനിക്ക് തോന്നിയത്. അപ്പോൾ കൈ വെച്ചിട്ട് കുഴയ്ക്കണതാണ് ഏറ്റവും നല്ലൊരു തീരുമാനം എന്ന് മനസ്സിലായപ്പോൾ അങ്ങനെയൊക്കെ കുഴച്ചു. നല്ല അടിപൊളിയായിട്ട് കുഴച്ചൊക്കെ എടുത്തു. ചപ്പാത്തി മാവ് പോലെ തന്നെയാണ് അത് ഇരുന്ന് വെച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു റോളർ എടുത്തിട്ട് അതിനൊന്ന് പരത്തി ഒരു ഷേപ്പിലൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ബോൺസിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുറച്ചുകൂടി അതിന് ഒരു എന്താ പറയുക, ഈ ഡോഗ് ഫുഡിൻ്റെയൊക്കെ ഒരു ഷേപ്പും കൂടി വരും. പക്ഷേ അതെൻ്റെ അടുത്ത് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് തുമ്പികളെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ബട്ടർഫ്ലൈസിനൊക്കെ 150 ഡിഗ്രിയിൽ ഒരു 20 to 25 മിനിറ്റ്സൊക്കെ ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വന്നു. പക്ഷേ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്തേക്ക് ഉണ്ടല്ലോ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ, കാരണം ആ പീനട്ട് ബട്ടറിൻ്റെ ഒക്കെ സ്മെല്ല് നല്ലതായിരുന്നു. ഞാനൊരു ബിസ്ക്കറ്റ് കഴിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനങ്ങനെ വൈകിട്ട് വീട്ടിലേക്ക് ചെല്ലണ സമയത്തേക്ക് ഡുഡു എന്നെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഡുഡുവിന് ഞാനതിൻ്റെ ഒരു സാമ്പിൾ കഴിക്കാനായിട്ട് കൊടുത്തു. ഞാനത് കൊണ്ടുപോയിട്ട് വലിയ തിരക്കേടൊന്നും ഇല്ലാത്ത രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തത് കേട്ടോ. അത് കഴിച്ചു, ഫുള്ള് കഴിച്ചു, ഒരെണ്ണം കഴിച്ചു, പിന്നെ ഞാൻ 1-2 കൂടി അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെ ഇരുന്നുണ്ട്. എൻ്റെ മിഷൻ സക്സസ് ആയി എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് അല്ലെങ്കിൽ അവനെ തിന്നുന്നില്ല, അവൻ ഭയങ്കര പിക്കി ഈറ്ററാണ്. അവൻ അങ്ങനത്തെ ഇഷ്ടമായില്ലെങ്കിൽ അവനൊന്നും കഴിക്കില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബാക്കി 2 പേര് മുകളിലാണുള്ളത്. എൻ്റെ വീട് പണി നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് എൻ്റെ ബാക്കി 2 പിറ്റ്ബുള്ളുള്ളത്. അപ്പം ഞാൻ അവർക്കും ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാത്രി അവരുടെ ഫുഡ് കൊടുക്കാൻ പോയ സമയത്തേക്ക് ഇതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവരും നല്ല രീതിയിൽ തന്നെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തത് കേട്ടോ. ഞാനത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയൊരു ബിസ്ക്കറ്റാണെങ്കിലും അവരെന്നെ ഓടിച്ചിട്ട് കടിക്കാനൊന്നും വന്നില്ല. അതിൻ്റെ അർത്ഥം ആ ബിസ്ക്കറ്റ് സക്സസ് ആയിരുന്നു എന്നാണ്. വീട്ടിൽ പട്ടിക്കുട്ടികളൊക്കെ ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്.